ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ആണ്. പോളിഗൺസ് എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ബഹുഭുജങ്ങൾ. ഇവിടെ നമുക്ക് പോളിഗൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ചെറിയ പോളിഗൺ എന്ന് പറയുമ്പോഴത്തേക്ക് ട്രയാങ്കിളാണ്. നമുക്കറിയാം പോളിഗൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 3 സൈഡഡ് പോളിഗൺ, അതാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രയാങ്കിളിൽ അതിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് 180 ഡിഗ്രിയാണ്. ട്രയാങ്കിളിന് 3 സൈഡ്സ് ഉണ്ട്, അതുപോലെ 3 ആംഗിൾസും ഉണ്ട്. ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ട്രയാങ്കിള്, റെക്റ്റാങ്കിള്, സ്ക്വയർ, പെൻറ്റഗൺ, ഹെക്സഗൺ ഈ പറയുന്ന എല്ലാം തന്നെ, ഈ ഷേപ്പുകളെല്ലാം തന്നെ പോളിഗണിൻ്റെ കാറ്റഗറി പെടുന്നവയാണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചാപ്റ്ററിൻ്റെ പേരെല്ലാവരും എഴുതുക. ചാപ്റ്റർ 3 പോളിഗൺസ്, ബഹുഭുജങ്ങൾ. അതിൽ ഫസ്റ്റ് സൈഡ് ഹെഡിങ് എന്ന് പറയുന്നത് നമുക്കിവിടെ ആംഗിൾസിൻ്റെ സമ്മിനെ കുറിച്ചാണ് പറയാനുള്ളത്. സം ഓഫ് ആംഗിൾസ്. നമുക്ക് ആംഗിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിനകത്ത് ഓരോ ഷേപ്പിനും അതിൻ്റെ ആംഗിൾസിൽ വ്യത്യാസം ഉണ്ടാവും. ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ട്രയാങ്കിളിൽ 3 സൈഡ്സ്, 3 ആംഗിൾസ് ആകുമ്പോൾ അതിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതുപോലെ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ, ഇതിന് രണ്ടിനും ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനി അതുപോലെ പെൻറ്റഗണിൻ്റെ ആംഗിൾസിന് സം എന്ന് പറയുമ്പോൾ 540 ആണ്. പിന്നെ ഹെക്സഗണിൻ്റെ ആംഗിൾസിന് സം എന്ന് പറയുന്നത് 720 ആണ്. അങ്ങനെ ഓരോ സൈഡ്, അതായത് ഓരോ സൈഡ് വീതം കൂടുന്നതിനനുസരിച്ച് ആംഗിൾസിലും വ്യത്യാസം ഉണ്ടാകും. ആംഗിൾസ് 180 ഡിഗ്രി വീതം കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നതിനകത്ത് പോളിഗൺസിന് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ടാവും. നമുക്കിവിടെ പറയുന്നുണ്ട് വി ക്യാൻ സീ ദാറ്റ് ഇൻ എനി ക്വാഡ്രിലേറ്ററൽ ദ സം ഓഫ് ആൾ ആംഗിൾസ് ഈസ് 360 ഡിഗ്രി. ട്രയാങ്കിളിൻ്റെ ആംഗിൾസിന് സം 180 ഡിഗ്രി എന്ന് പറയുന്നത് പോലെ തന്നെ ക്വാഡ്രിലേറ്ററലിൻ്റെ ആംഗിൾസിന് സം 360 ഡിഗ്രിയാണ്. ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡഡ് പോളിഗണാണ്. റെക്റ്റാങ്കിൾ, സ്ക്വയർ എന്ന് മാത്രമല്ല, ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത് 4 സൈഡഡ് പോളിഗണിന് നമ്മൾ ക്വാഡ്രിലേറ്ററൽ എന്ന് പറയും. അതിനകത്ത് റെക്റ്റാങ്കിൾ ആകാം, അതുപോലെ സ്ക്വയർ ആകാം, പാരലോഗ്രാം ആകാം, റോംബസ് ആകാം, ട്രപ്പീസിയം ആകാം. ഇതിലേത് ഷേപ്പ് വന്നാൽ പോലും ഈ 4 സൈഡഡ് പോളിഗൺ ആണെങ്കിൽ, അതായത് ഒരു ക്വാഡ്രിലേറ്ററൽ ആണ് എങ്കിൽ അതിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അതാണ് നമ്മളവിടെ ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്. ഏതൊരു ക്വാഡ്രിലേറ്ററിൻ്റെയും ആംഗിൾസിന് സം 360 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് അതിനകത്ത് പറയുന്നത്, നമുക്ക് സൈഡ് തന്നിട്ട് ഇപ്പോൾ ഒരു പോളിഗൺ, നമുക്കിപ്പം 3 സൈഡഡ് പോളിഗണായ ട്രയാങ്കിളിൻ്റെ ആംഗിൾസിന് സം നമുക്കറിയാം. റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ 4 സൈഡഡ് പോളിഗണായ ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ ആംഗിൾസിന് സം നമുക്കറിയാം 360 ഡിഗ്രി ആയിരിക്കും. പിന്നെ പെൻറ്റഗൺ ആകുമ്പോൾ നമുക്കറിയാം 540 ആയിരിക്കും. പിന്നെ ഹെക്സഗൺ 720 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം അവിടെ എല്ലാം 120 വീതം കൂടി പോകുന്നുണ്ട്. ഓരോ സൈഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് ആ പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മിലും ഓരോ 180 ഡിഗ്രി വീതം കൂടി പോകുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കിവിടെ നമ്പർ ഓഫ് സൈഡ് തന്നിരുന്നാൽ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനുണ്ട്. ഏതൊരു പോളിഗൺ ആണെങ്കിലും അതിൻ്റെ സൈഡ്സിൻ്റെ എണ്ണം തന്നിരുന്നാൽ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രി എന്ന് പറയും. n-2 × 180 ഡിഗ്രി. n-2 × 180 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് തന്നിട്ട് ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷനാണ് n-2 × 180 ഡിഗ്രി. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് എന്നിട്ട് ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ n-2 × 180 ഡിഗ്രിയാണ്. ദ സം ആംഗിൾസ് അറൗണ്ട് എ പോയിൻ്റ് ഈസ് 360 ഡിഗ്രി. ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള, ഒരു പോയിൻ്റ് തന്നിട്ട് അതിന് ചുറ്റുമുള്ള ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സർക്കിളിൻ്റെ ആംഗിൾസിൻ്റെ സമ്മം എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി ആയിരിക്കും. ഒരു സർക്കിളിൻ്റെ ആംഗിൾസിൻ്റെ സം 360 ഡിഗ്രി ആയിരിക്കും. കൂടാതെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ക്വാഡ്രിലേറ്ററിൻ്റെ ആംഗിൾസിന് സം 360 എന്നതുപോലെ തന്നെ സർക്കിളിൻ്റെയും ആംഗിൾസിന് സം 360 ഡിഗ്രിയാണ്. അതാണ് ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത്. ദ സം ആംഗിൾസ് അറൗണ്ട് എ പോയിൻ്റ് ഈസ് 360 ഡിഗ്രി എന്ന് പറഞ്ഞത്. ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിൾസിന് സം 360 ഡിഗ്രി എന്ന് പറയാൻ കാരണം അതാണ്. ഒരു സർക്കിളിൻ്റെ ആംഗിൾസിന് സം 360 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈക്വൽ ടു 2700 ഡിഗ്രി. അതായത് ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം 2700 ഡിഗ്രി ആകുമോ? ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈക്വൽ ടു 2700. ഏതെങ്കിലും ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം 2700 ഡിഗ്രി ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞിരിക്കുന്നത് 2700 ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ച ഇക്വേഷനിൽ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 ഡിഗ്രിയാണ്. n-2 ഇൻറ്റു 180 ഡിഗ്രിയാണ്. ഇവിടെ n-2 ഇൻറ്റു 180 ഡിഗ്രി എന്ന് പറയുന്നത് 2700 ആണ്. അതായത് ഒരു 2700 എന്ന് പറയുന്നത് ഒരു ആംഗിളിൻ്റെ സം, അതായത് ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം ആകുമോ, ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് എന്നിരുന്നാൽ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n-2 ഇൻറ്റു 180 ഡിഗ്രി. അതനുസരിച്ച് നമുക്ക് 2700 ഏതെങ്കിലും ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം ആണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ n-2 ഈസ് ഈക്വൽ ടു 2700 ഇവിടെ 180 ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. ഇൻറ്റു 180 ഈക്വൽറ്റിന് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഡിവിഷനായി മാറും. അപ്പോൾ 2700 ഡിവൈഡഡ് ബൈ 180 n-2 ഈസ് ഈക്വൽ ടു, ഇവിടെ കോമൺ സീറോ ക്യാൻസൽ ചെയ്തു, 270യെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 18 ഇൻറ്റു 15 270 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 15 ആണ്. 18 ഇൻറ്റു 50 270 എന്ന് കിട്ടും. അപ്പോൾ n-2 ഈസ് ഈക്വൽ ടു 15 എന്ന് വന്നു. n ഈസ് ഈക്വൽ ടു 15 -2 ഈക്വൽറ്റിന് അപ്പുറത്ത് പോകുമ്പോൾ +2 ആയി മാറും. n ഈസ് ഈക്വൽ ടു 15 + 2 ഈസ് ഈക്വൽ ടു 17. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് നമുക്കിവിടെ കണ്ടെത്താൻ പറ്റുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം, 2700 7 സൈഡഡ് പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ 17 സൈഡഡ് പോളിഗൺ ആംഗിൾസിൻ്റെ സമ്മാണ് എന്ന് നമുക്ക് കണ്ടെത്താം. അതായത് നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ആംഗിൾസിൻ്റെ സം തന്നിട്ട് അത് ഏതെങ്കിലും ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം ആണോ എന്ന് ചോദിച്ചാൽ ആണ് എങ്കിൽ നമുക്കതിനെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ഏതെങ്കിലും ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം തന്നിട്ട് അത് ഏതെങ്കിലും ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം ആണോ എന്ന് ചോദിക്കുകയാണ്. ആംഗിൾസിൻ്റെ സം തന്നിട്ട് ഏതെങ്കിലും പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം ആണോ എന്ന് ചോദിച്ചാൽ ആംഗിൾസിൻ്റെ സം ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മളതിനെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്കതിനെ പെർഫെക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതൊരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം ആയിരിക്കും. നമുക്കൊരു ഡിവൈഡ് ചെയ്തപ്പോൾ 15 വന്നു. അപ്പോൾ n കണ്ടുപിടിക്കാൻ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ആ പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് ആണ് n എന്ന് പറയുന്നത്. അപ്പോൾ n-2 15 ആണ്. അപ്പോൾ n കാണാൻ -2 ഈക്വൽറ്റിന് അപ്പുറത്ത് പോയപ്പോൾ +2 ആയി മാറി. അപ്പോൾ n എന്ന് പറയുന്നത് 17 എന്ന് കിട്ടും. അപ്പോൾ ഒരു 17 സൈഡഡ് പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മാണ് 2700 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിയത് 17 സൈഡഡ് പോളിഗണാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത് 2700 എന്ന് പറയുന്നത് 17 സൈഡഡ് പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. Second question, what is the sum of the angles of a 52 sided polygon? 52 വശങ്ങളുള്ള ഒരു പോളിഗണിൻ്റെ, ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക. വാട്ട് ഈസ് ദ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതണം, വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ 52 സൈഡഡ് പോളിഗൺ. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് 52 ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ദ സം ഓഫ് ദി ആംഗിൾസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ആംഗിൾ ഈസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180 ഡിഗ്രി. നമ്പർ ഓഫ് സൈഡ്സ് എന്നിട്ട് ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. n എന്ന് പറയുന്നത് 52 ആണ്. 52 - 2 ഇൻറ്റു 180 ഡിഗ്രി. 52 നിന്ന് 2 പോയാൽ 50 ആണ്. 50 ഇൻറ്റു 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു 5. 18 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 18 ഇൻറ്റു 5 90 എന്ന് കിട്ടും. 90, അതിനോടൊപ്പം 2 0 ഉണ്ട്, 2 0 കൂടെ ചേർത്തു 9000 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ 52 സൈഡ് പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയത് എത്രയാണ്, 9000 എന്ന് കിട്ടി. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താൽ മതി. സം ഓഫ് ദി ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 ഇൻറ്റു 180 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, എഴുതിക്കൊള്ളുക. ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ 8100 ഡിഗ്രി. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ 8100 ഡിഗ്രി. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 8100 ഡിഗ്രിയാണ്. എങ്കിൽ അതിന് എത്ര സൈഡ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ആ പോളിഗണിൻ്റെ
നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ പഠിച്ച നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിക്കാം. നമുക്കിവിടെ സം തന്നിട്ടുണ്ട്. ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 8100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച നമ്മളെ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. n-2 ഇൻറ്റു 180 ഡിഗ്രി, n-2 ഇൻറ്റു 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു 8100. അതായത് ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n-2 ഇൻറ്റു 180 ഡിഗ്രി. അപ്പോൾ അത് 8100 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് n-2 ഈസ് ഈക്വൽ ടു 8100 ഡിവൈഡഡ് ബൈ 180. 8100 ഡിവൈഡഡ് ബൈ 180, അതായത് ഇൻറ്റു 180 ഈക്വൽ ടുവിനപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷനായി മാറും. 8100 ഡിവൈഡഡ് ബൈ 180. കോമൺ 0 ക്യാൻസൽ ചെയ്തു. നമുക്കിനി 810നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 18 ഇൻറ്റു 4 72 എന്ന് വരും. 18 ഇൻറ്റു 4 72. ഇവിടെ 90. 18 ഇൻറ്റു 5 90 എന്ന് കിട്ടും. അപ്പോൾ കിട്ടിയ ആൻസർ 45. അപ്പോൾ n-2 എന്ന് പറയുന്നത് നമുക്ക് 45 എന്ന് കിട്ടി. n-2 ഈസ് ഈക്വൽ ടു 45 ആണ്. എങ്കിൽ n കണ്ടുപിടിക്കാൻ 45 -2 ഈക്വൽ ടുവിനപ്പുറത്ത് പോകുമ്പോൾ +2 ആയി മാറും. n ഈസ് ഈക്വൽ ടു 47 എന്ന് കിട്ടും. n എന്ന് പറയുന്നത് 47 ആണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ആംഗിൾസിൻ്റെ സം തന്നിരുന്നു. അതുപയോഗിച്ചാണ് നമ്മൾ n എത്രയാണെന്ന് കണ്ടുപിടിച്ചത്. അത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ്. നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു 47. നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു 47 എന്ന് കിട്ടും. അപ്പോൾ ചെയ്ത രീതി എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ആംഗിൾസിൻ്റെ സമ്മും അതുപോലെ നമ്പർ ഓഫ് സൈഡ്സും കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഈ 2 ചോദ്യങ്ങളിലൂടെയായിട്ട് പറഞ്ഞത്. ഇതൊരു ചെയ്ത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി പോളിഗൺ 1600 ഡിഗ്രി, ഹൗ അബൌട്ട് 900? ഏതെങ്കിലും ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം 1600 ഡിഗ്രി 1600 ഡിഗ്രി വരുമോ അല്ലെങ്കിൽ 900 ഡിഗ്രി വരുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് 1600 ഡിഗ്രി അല്ലെങ്കിൽ 900 ഡിഗ്രി ഏതെങ്കിലും ഒരു പോളിഗണിൻ്റെ ആംഗിൾസിന് സമമായിട്ട് വരുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം ആകണമെങ്കിൽ അതിനെ 180യുടെ ടേബിളിൽ, അതായത് 180യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 180 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കിതൊരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം ആണെന്ന് പറയാം. കഴിയത്തില്ല എങ്കിൽ, 180 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ല എങ്കിൽ പോളിഗണിൻ്റെ ആംഗിൾസിന് സം അല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പം 1600 നമുക്കതിനെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് 0 ക്യാൻസൽ ചെയ്താൽ 1600 ഡിവൈഡഡ് ബൈ 180. 0 ക്യാൻസൽ, ബാക്കി 160 ഡിവൈഡഡ് ബൈ 18. 18ൻ്റെ ടേബിൾ 160 ഇല്ല. 18 ടേബിളിനകത്ത് നമുക്ക് 160 വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 1600 എന്ന് പറയുന്നത് എന്തല്ല, നമ്മുടെ ഒരു പോളിഗണിൻ്റെയും ആംഗിൾസിൻ്റെ സമ്മല്ല എന്ന് പറയാം. അതായത് 1600 എന്ന് പറയുന്നത് 180യുടെ മൾട്ടിപ്പിൾസിൽ പെടുന്നതല്ല. 160യെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 180 അതായത് 1600 എന്ന് പറയുന്നത് ഒരു പോളിഗണിൻ്റെയും ആംഗിൾസിൻ്റെ സമ്മല്ല. അടുത്ത ഇനി 900 ആണ്. അപ്പം therefore 1600 ഡിഗ്രി കനോട്ട് ബി ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി പോളിഗൺ. ഒരു പോളിഗണിൻ്റെയും സമ്മല്ല. ഏതാണ്? 1600. ഒരു പോളിഗണിൻ്റെയും ആംഗിൾസിൻ്റെ സമ്മല്ല 1600 ഡിഗ്രി എന്ന് പറയുന്നത്. അടുത്ത 900 ഡിഗ്രി. 900 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 900 ഡിവൈഡഡ് ബൈ 180. 900 ഡിവൈഡഡ് ബൈ 180. കോമൺ 0 ക്യാൻസൽ ചെയ്തു. അടുത്ത 90 ഡിവൈഡഡ് ബൈ 18 നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോൾ 5 സൈഡഡ് പോളിഗൺ ഒരു 90 അല്ല 5 സൈഡഡ് പോളിഗൺ അല്ല, 90 ഡിവൈഡഡ് ബൈ 18 എന്ന് പറഞ്ഞാൽ 5 കിട്ടും. അപ്പോൾ നമുക്ക് 900 എന്ന് പറയുന്നത് ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം ആണ് എന്ന് കണ്ടെത്താം. അതായത് ഈ കിട്ടുന്ന ആംഗിൾസ് 180യുടെ ടേബിളിൽ പെടുന്നതായിരിക്കണം. ഈ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അപ്പോൾ 180യുടെ മൾട്ടിപ്പിൾസ്, അതായത് 180 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ല എങ്കിൽ ആ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിരിക്കത്തില്ല, പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം ആയിരിക്കത്തില്ല. പക്ഷേ ഇവിടെ 900നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 900 എന്ന് പറയുന്നത് ഒരു പോളിഗണിൻ്റെ ആംഗിൾസിന് സം ആണെന്ന് പറയാം. അപ്പോൾ 900 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 180. therefore 900 can be the sum of the
ആംഗിൾസ് ഓഫ് എ പോളിഗൺ. 900 ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മാണെന്ന് നമുക്ക് പറയാം. 1600 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് 1600 ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മല്ല. 900നെ 180 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 900 എന്ന് പറയുന്നത് 180യുടെ ടേബിളിൽ വരുന്ന സംഖ്യയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 180 നമുക്ക് 900 നമുക്ക് 180 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് 900 എന്ന് പറയുന്നത് ഒരു പോളിഗണിൻ്റെ ആംഗിൾസിന് സമ്മാണ്. അപ്പോൾ ആ ചെയ്ത രീതി എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഓൾ ദി ആംഗിൾസ് ഓഫ് എ 20 സൈഡ്സ് പോളിഗൺ ആർ ദി സെയിം. ഹൗ മച്ച് ഈസ് ഈച്ച്? അതായത് ഒരു പോളിഗണിൻ്റെ 20 സൈഡ്സ്, അതായത് ഒരു 20 സൈഡ് പോളിഗനാണ്, അതിൻ്റെ ആംഗിൾസ് എല്ലാം ഈക്വലാണ് എങ്കിൽ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതം എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു 20 സൈഡ് പോളിഗനാണ്, ആ 20 സൈഡ് പോളിഗണിൻ്റെ ആംഗിൾസ് എല്ലാം ഈക്വലാണ്. ഓൾ ദി ആംഗിൾസ് ഓഫ് എ 20 സൈഡ്സ് പോളിഗൺ ആർ ഈക്വൽ ആർ ദ സെയിം. ഹൗ മച്ച് ഈസ് ഈച്ച്? ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതം എന്നാണ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതി കഴിഞ്ഞ് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 20 സൈഡ്സ് പോളിഗൺ ആണെന്ന് പറയുന്നുണ്ട്. 20 സൈഡ്സ് ആണ്, എന്ന് പറയുന്നത് 20 ആണ്. ഇവിടെ സെയിം ആണെന്ന് പറയുന്നു, ആംഗിൾസ് എല്ലാം 20 സൈഡ്സ് പോളിഗൺ ആർ ദ സെയിം. അപ്പോൾ ആംഗിൾസ് എല്ലാം സെയിം ആണെങ്കിൽ നമുക്കതിൻ്റെ സൈഡ്സും സെയിം ആയിരിക്കും. അപ്പോൾ അതൊരു റെഗുലർ പോളിഗൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സൈഡ്സും ആംഗിൾസും എല്ലാം ഈക്വലായിട്ട് വരുന്ന പോളിഗണാണ് നമ്മൾ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ആംഗിൾസ് ആദ്യം കണ്ടുപിടിക്കാം. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ 20 സൈഡ് പോളിഗൺ. 20 സൈഡ് പോളിഗണിൻ്റെ ആംഗിൾസിന് സം ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ 20 സൈഡഡ് പോളിഗൺ. 20 സൈഡഡ് പോളിഗണിൻ്റെ ഈ 20 സൈഡഡ് പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കണം. ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. n-2 × 180 ഡിഗ്രി. n-2 × 180 ഡിഗ്രിയാണ് ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ n എന്ന് പറയുന്നത് 20 ആണെന്ന് നമുക്കറിയാം. 20 - 2 × 180 ഡിഗ്രി. 20 നിന്ന് 2 പോയാൽ 18 വരും. 18 × 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു, ആദ്യം 18 × 18 ചെയ്യാം. 324. അതിനോടൊപ്പം ഒരു 0 കൂടി ചേർക്കണം. 3240 ഡിഗ്രി എന്ന് കിട്ടും. അതായത് 20 സൈഡഡ് പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം 3240 ഡിഗ്രി എന്നാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് ആംഗിൾസ് എല്ലാം ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ആംഗിൾസിൻ്റെ സമ്മിനെ 20 കൊണ്ട് നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1 ആംഗിൾ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മെഷർ ഓഫ് ഈച്ച് ആംഗിൾ അല്ലെങ്കിൽ 1 ആംഗിൾ ഈസ് ഈക്വൽ ടു മെഷർ ഓഫ് ഈച്ച് ആംഗിൾ. ഓരോ ആംഗിളിൻ്റെ മെഷർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾസിൻ്റെ സമ്മിനെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3240 ഡിഗ്രി ഡിവൈഡഡ് ബൈ 20. 3240യെ നമുക്ക് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 × 2 1 4. ഇവിടെ നമുക്കിനി 6, 20 × 6 120 എന്ന് വരും. ബാലൻസ് 4, ഒരു 0 ഉണ്ട്, 0 താഴത്തിറക്കി. 2 × 20 40 എന്ന് കിട്ടും, 0. അപ്പോൾ കിട്ടിയ കോഷ്യൻ്റ് എന്ന് പറയുന്നത് 162 ആണ്. അപ്പോൾ ഓരോ ആംഗിളും നമുക്ക് കിട്ടിയത് 162 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചത് ആദ്യം നമ്മൾ n സൈഡ് പോളിഗൺ എന്ന് പറയുന്നത് 20 സൈഡ് പോളിഗൺ, ആംഗിൾസ് എല്ലാം സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനായിട്ട് n-2 × 180 ഡിഗ്രി ഇട്ട് നമ്മൾ ചെയ്തു. 3240 എന്ന് കിട്ടി. അതിനെ നമ്മൾ ഓരോ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3240 ഡിഗ്രി ഡിവൈഡഡ് ബൈ 20, 162 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ചെയ്ത രീതി എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് ചെയ്ത് പഠിക്കണം ഈ ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുക്കണം. ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 1980 ഡിഗ്രി. വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് 1 സൈഡ് ലെസ്? വാട്ട് എബൌട്ട് എ പോളിഗൺ വിത്ത് 1 സൈഡ് മോർ? അതായത് ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം 1980 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് 1 സൈഡ് ലെസ്? ഒരു സൈഡ് കുറച്ചാൽ അതായത് ഒരു സൈഡ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിൾസിൻ്റെ സം എത്ര ഡിഗ്രി ആയിരിക്കും? ഏത് പോളിഗൺ ആണെന്ന് പറയുന്നില്ല, നമ്പർ ഓഫ് സൈഡ്സ് എത്രയെന്ന് പറയുന്നില്ല. അതിൻ്റെ
ഒരു സൈഡിൽ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ക്വസ്റ്റ്യനിൽ എഴുതി കഴിഞ്ഞാണെന്ന് വിശ്വസിക്കുന്നു. അതിൽ ഒരു സൈഡ് കുറച്ച് കഴിഞ്ഞാൽ ആംഗിൾസിന് സം എത്ര ഡിഗ്രി ആണെന്നതും ഒരു സൈഡ് കൂട്ടിക്കഴിഞ്ഞാൽ ആംഗിൾസിന് സം എത്രയാണ് എന്നതുമാണ് ചോദ്യം. ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 1980 ഡിഗ്രി. വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് ലെസ്? വാട്ട് അബൌട്ട് എ പോളിഗൺ വിത്ത് വൺ സൈഡ് മോർ? ഒരു സൈഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾസിന് സം എത്ര ഡിഗ്രി ആയിരിക്കും? ഒരു സൈഡ് കൂടിക്കഴിഞ്ഞാൽ ആംഗിൾസിന് സം എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോളിഗണിൻ്റെ ആംഗിൾസിന് സം എന്ന് പറയുന്നത് 1980 ഡിഗ്രിയാണ്. ആംഗിൾസിന് സം 1980 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൽ, അതായത് ഒരു സൈഡ് കൂടുന്നതനുസരിച്ച് ഓരോ 180 ഡിഗ്രി വീതം കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ പഠിച്ചായിരുന്നു നേരത്തെ. എക്സാമ്പിൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ കാര്യം പറഞ്ഞു. ട്രയാങ്കിളിന് 180 ഡിഗ്രിയാണ് അതിൻ്റെ ആംഗിൾസിന് സം എന്ന് പറയുന്നത്. ഒരു ക്വാഡ്രിലേറ്ററൽ റെക്റ്റാങ്കിളോ സ്ക്വയറോ എന്തോ ആയിക്കോട്ടെ, അതിന് ഇവിടെ 3 സൈഡഡ് പോളിഗണാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ആംഗിൾസിന് സം 180 ഡിഗ്രിയാണ്. ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്നത് 4 സൈഡഡ് പോളിഗണാണ്. അപ്പോൾ ഒരു സൈഡ് കൂടി, അപ്പോൾ ഒരു ആംഗിളും കൂടി. അപ്പോൾ അവിടുത്തെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയായി മാറി. അപ്പോൾ അതായത് ഒരു സൈഡ് കൂടിയപ്പോൾ ഇതിനോടൊപ്പം പ്ലസ് 180, ഒരു 180 കൂടി കൂടിപ്പോകും. അപ്പോൾ അതേപോലെ അടുത്ത പെൻറ്റഗൺ വരയ്ക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. അതിനകത്തും ഒരു സൈഡ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. 1 2 3 4 5 സൈഡഡ് പോളിഗണാണ് പെൻറ്റഗൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആംഗിൾസിന് സം എന്ന് പറയുന്നത് 540 ഡിഗ്രിയാണ്. അതായത് പ്ലസ് 180, അതിനോടൊപ്പം വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു 180 കൂടി പോകുന്നു. അതായത് ഇവിടെ നമുക്ക് ഒരു സൈഡ് കൂടുമ്പോൾ ഒരു ആംഗിളും കൂടുന്നു. അപ്പോൾ ആ ആംഗിൾസിൻ്റെ സമ്മിനോടൊപ്പം ഓരോ 180 വീതം കൂടി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യം, അതിനകത്ത് ഒരു സൈഡ് കുറഞ്ഞാൽ ഒരു സൈഡ് കൂടിയാൽ ആംഗിൾസിൻ്റെ സം എത്ര ഡിഗ്രി ആകും എന്നതാണ് ചോദ്യം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് 1980 ഡിഗ്രി. അപ്പോൾ ഒരു സൈഡ് കുറഞ്ഞാൽ വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് ലെസ്? ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് ലെസ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 180 ഡിഗ്രി അങ്ങ് മൈനസ് ചെയ്യും അതിൽ നിന്ന്. അതായത് ഒരു സൈഡ് കുറയുമ്പോൾ അതിൽ നിന്നൊരു 180 ഡിഗ്രി എന്താവുകയാണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് കൂടുമ്പോൾ ഒരു ആംഗിൾ കൂടും. അപ്പോൾ ഒരു 180 ഡിഗ്രി കൂടുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നേരത്തെ ആ റിലേഷൻ പറഞ്ഞതാണ്. ഇവിടെ ഒരു സൈഡ് കുറയുമ്പോൾ നമുക്കതിൻ്റെ ആംഗിൾസിന് സം കണ്ടുപിടിക്കാനായിട്ട് 180 അതിൽ നിന്ന് മൈനസ് ചെയ്യുക. ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് ലെസ് ഈസ് ഈക്വൽ ടു 1980 ഡിഗ്രി മൈനസ് 180. 0 80 8 പോയ 0, അതിൽ നിന്ന് 1.8 1800 എന്ന് കിട്ടും. ഇത് ലെസ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് വൺ സൈഡ് ലെസ് ചെയ്താലുള്ള ആംഗിൾസിന് സമ്മാണ് നമുക്കെന്ന് കിട്ടിയത് 1800 ഡിഗ്രി എന്ന് കിട്ടിയത്. ഇനി അതേപോലെ ഒരു സൈഡ് കൂടിക്കഴിഞ്ഞാൽ, അതായത് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് മോർ. ഒരു സൈഡ് കൂടിക്കഴിഞ്ഞാൽ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനായിട്ട്, ഒരു സൈഡ് കൂടിക്കഴിഞ്ഞാൽ ആംഗിൾസിൻ്റെ സം കാണാൻ എന്ത് ചെയ്യാം? നമുക്ക് 1980 പ്ലസ് 180 സ്റ്റെപ്പ് പൂർണ്ണമായിട്ട് എഴുതണം. ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് മോർ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? 1980 പ്ലസ് 180. ഇപ്പോൾ ഒരു സൈഡ് കൂടിക്കഴിഞ്ഞാൽ ഒരു 180 ഡിഗ്രി അതിനോടൊപ്പം കൂടും. അപ്പോൾ 1980 പ്ലസ് 180 0 6 10 11 1 2160 ഡിഗ്രി എന്ന് കിട്ടും. 2160 ഡിഗ്രി. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ, ഇത് നമ്മൾ ആ പ്രധാനമായിട്ട് ആ ഇക്വേഷൻ വൃത്തിയായിട്ട് പഠിക്കുക. ഒരു പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്നിരുന്നാൽ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 × 180 ഡിഗ്രിയാണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ, അത് മാത്രമല്ല ആംഗിൾസിൻ്റെ സം തന്നിട്ട് നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലും നമുക്ക് ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു സൈഡ് കൂടിയാലും കുറഞ്ഞാലും വരുന്ന ചോദ്യങ്ങളും, അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. ബാക്കി അടുത്ത ദിവസം.